ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുറന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസൊനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസൊനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, ദ ഹെറോഫൻ കാർഡാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു കാർഡ്. സെക്കൻഡ് കാർഡ് നൺ ഓഫ് പെൻറ്റക്കിൾസ്. തേർഡ് കാർഡ് ടു ഓഫ് കപ്സ്. സിക്സ് ഓഫ് സോഡ്സ്. Ace of Wands, Eight of Swords, Justice card, Eight of Pentacles, Five of Swords, Seven of Swords, Page of Cups, Five of Pentacles. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ കിങ് ഓഫ് സോഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യം തന്നെ നമുക്ക് ദ ഹെറോഫൻ കാർഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാർഡ് പറയുന്നത് ഈ ഒരു കണക്ഷൻ, നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ വെറും ഒരു കാഷ്വൽ ആയിട്ട് അവരൊരിക്കലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും നിങ്ങളെ പറ്റിച്ചിട്ട് പോയതായിരിക്കും ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് വേണ്ടി നിങ്ങളിലേക്ക് വന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു, അതിനുശേഷം നിങ്ങളെ വിട്ടിട്ട് പോയ അത്രയും ഒരു ദുഷ്ടനായ ഒരു വ്യക്തി എന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം നിങ്ങളുടെ പേഴ്സണെ കുറിച്ച്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നു, ആ ഒരു ആവശ്യം കഴിഞ്ഞ് അവർ പോയി, ആ രീതിയിൽ പറ്റിച്ചിട്ട് പോയി, ചതിച്ചിട്ട് പോയി എന്ന രീതിയിലായിരിക്കും നിങ്ങൾ ഈ ഒരു പേഴ്സണെ കുറിച്ചും റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റ് കാർഡിൽ തന്നെ അത് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയല്ല, അത് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് കാഷ്വൽ ആയിട്ട് അവർ ഒരിക്കലും കണ്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധം അവർ മനസ്സിലൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ബോണ്ടായി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ്, അതുപോലെ കമ്മിറ്റ്മെന്റ്, സ്റ്റെബിലിറ്റി, ഇതാണ് എൻ്റെ ആൾ എന്നൊരു ഫീലിങ്സ്, അല്ലെങ്കിൽ ഇത് എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഡീപ്പായിട്ട് ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ഫീലിങ്സ്, ഇതൊക്കെ ഈ കാർഡിൽ വളരെ ശക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും പുറത്തേക്ക് കാണിക്കാതിരുന്നാലും ഉള്ളിൽ അവർ ഈ ഒരു ബന്ധത്തെ ശരിക്കും അവരുടെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ എടുത്ത ഒരു ബന്ധം, ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരു ബന്ധം എന്നൊക്കെ കാണിക്കുന്ന എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിന് പിന്നാലെ വന്നാൽ ഒരു നയൻ ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നത് ഇപ്പോൾ അവർ പുറമേ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ആരെയും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഫൈനാണ്, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം, ഞാൻ ഒറ്റയ്ക്ക് തന്നെ, എനിക്ക് ആരുടെയെങ്കിലും കൂടെ നിന്ന് അവർ പിന്നെ ഒരിക്കലും ഇട്ടിട്ട് പോയല്ലോ, അവരെന്തെങ്കിലും പറഞ്ഞു, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുക. അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്നുമില്ല, എനിക്ക് ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി എന്നൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവർ, അല്ലെങ്കിൽ അങ്ങനെ അവർ ചിന്തിക്കുന്നു. എന്നാൽ ഇത് മുഴുവനായിട്ടും ഒരു സത്യമായ കാര്യമല്ല. ഈ കാർഡ് പലപ്പോഴും ഇമോഷണൽ ആയിട്ടുള്ള ഒരു ലോൺലിനെസ്സിനെയാണ് കാണിക്കുന്നത്, നയൻ ഓഫ് പെന്റക്കിൾസ്. അപ്പൊ ഹൈഡ് ചെയ്യുന്ന കാർഡ് കൂടിയാണ്, ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒറ്റപ്പെടലിനെ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു കാർഡ്. അപ്പൊ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഓപ്പൺലി അഡ്മിറ്റ് ചെയ്യാനായിട്ട് അവരുടെ ഈഗോ അനുവദിക്കാത്ത ഒരു സ്ഥിതി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ്, ഞാൻ ഓക്കെയാണ്, ഞാൻ ഒറ്റയ്ക്ക് മതി എന്നുള്ള രീതിയിൽ ഒരു രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെന്റ്സ്, ആരെയും വിശ്വാസമില്ലാത്ത രീതിയിൽ സംസാരിക്കുക, പ്രവർത്തിക്കുക, പെരുമാറുക, ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ബിഹേവ് ചെയ്തതിന് കാരണം അതാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ടു ഓഫ് കപ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാർഡാണ് ഇവിടെ. ഇത് ഒരു മ്യൂച്വൽ ഇമോഷണൽ ബോണ്ട്, അതുപോലെ തന്നെ ഒരു ഒരു സോൾ കണക്ഷൻ,
അല്ലെങ്കിൽ ഒരു റീയൂണിയൻ എനർജി ഒക്കെ കാണിക്കുന്ന ഒരു കാർഡാണ്. അതായത് അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് അവസാനിച്ചിട്ടില്ല എന്നാണ് നമുക്ക് 2 ഓഫ് കപ്സ് കാണിച്ചിരുന്നത്. അവർ നിങ്ങളെ കംപ്ലീറ്റ്ലി നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയതായിട്ട് കാണുന്നില്ല, മറിച്ച് നമ്മൾ വീണ്ടും കണക്ട് ആകുമോ എന്നുള്ളൊരു സൈലന്റ് ഹോപ്പിൽ ഇപ്പോഴും അവർ തുടരുന്നു എന്നുള്ളതാണ്. എന്നാൽ നമുക്കിവിടെ 6 ഓഫ് സോൾസും കൂടെ വന്നത് ഒരു സെപ്പറേഷൻ എനർജി ഇപ്പോഴും ആക്റ്റീവ് ആണ് എന്ന് കാണിക്കുന്നു. അപ്പൊ ഒരു മെന്റലി ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പാസ്റ്റിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റുകൾ, പെയിന്, മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നീ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനോ അല്ലെങ്കിൽ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ അവർ നോക്കുമ്പോൾ ഓക്കെ ഇവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഒരു കണക്ഷൻസും ഇല്ല എന്ന രീതിയിൽ മാറി നിൽക്കുന്നതോ അങ്ങനെയൊക്കെ ശ്രമിക്കുന്ന ഒരു എനർജിയാണിത്. അതായത് തിരികെ വരണമെന്ന് മനസ്സിലുണ്ടെങ്കിലും വീണ്ടും ആ ഒരു പഴയ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി അവരെ പിന്നോട്ടേക്ക് പിടിച്ച് മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ഏസ് ഓഫ് വാൻഡ്സ് ആണ് നമുക്ക് എടുക്കുന്നത്. വളരെ ഒരു സ്ട്രോങ് അട്രാക്ഷൻ കാർഡാണിത്. അപ്പം നിങ്ങളിലേക്കുള്ള ആ ഒരു പാഷൻ അല്ലെങ്കിൽ നിങ്ങളിലേക്കുള്ള ആ ഒരു പുള്ള്, ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും അവർക്ക് അവസാനിച്ചിട്ടില്ല. നിങ്ങളുമായിട്ട് കൂട്ടത്തിൽ ഒത്തിരി സമയം ചെലവഴിക്കണം, നിങ്ങളുമായിട്ട് സംസാരിക്കണം, പുതിയൊരു തുടക്കം വേണം, വീണ്ടും ഒരു സ്പാർക്ക് ഫീൽ ചെയ്യണം എന്നൊക്കെ ഒരു ഡിസയർ ഈ ഒരു കാർഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ പോലും ഇവിടെ വളരെ ശക്തമായിട്ട് പറയുന്ന ഒരു കാർഡാണ്. ഏസ് ഓഫ് വാൻഡ്സ് ഒരു ഫയർ എനർജിയാണ്. നിങ്ങളിലേക്ക് ഓടിയെടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളെ വീണ്ടും നിങ്ങളോട് സംസാരിക്കാനും ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണെങ്കിൽ ഒരു റീയൂണിയനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. പക്ഷേ പിന്നാലെ അതിനുശേഷം നമുക്ക് വന്നിട്ടുള്ളത് 8 ഓഫ് സോൾസ് ആണ്. അപ്പം ഈ ഒരു 8 ഓഫ് സോൾസ് കാണിക്കുന്നത് അവര് സ്വന്തമായിട്ട് അവരുടേതായിട്ടുള്ള ചിന്തയിൽ തന്നെ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുകയാണ്. ഓവർ തിങ്കിങ് വളരെ കൂടുതലുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ ഞാൻ തിരികെ പോയാൽ എന്താകും, അവരെന്നെ അക്സെപ്റ്റ് ചെയ്യുമോ, എൻ്റെ മിസ്റ്റേക്ക് വീണ്ടും ഒരു പ്രോബ്ലംസ് ആകുമോ, ഇഷ്യൂ ആകുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമോ, സൊസൈറ്റിയെ ബോധിപ്പിക്കേണ്ടി വരില്ല, ഇങ്ങനെയുള്ള അപ്പൊ ഇവര് നിങ്ങളിലേക്ക് വരാനായിട്ട് ചിന്തിക്കുന്നുണ്ട്, പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, വളരെയധികം ആത്മാർത്ഥതയോടെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. ആ സെയിം ടൈം തന്നെ ഇവർ മറ്റു രീതിയിലും ചിന്തിക്കുന്നു. പിന്നെ തിരികെ പോയി കഴിഞ്ഞാൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കില്ലേ, ഇവര് പ്രശ്നം ഉണ്ടാക്കില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നു. എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ, ഇത്തരത്തിലുള്ള ഒരു പേടി, ആ ഒരു ചിന്തകളുടെ ബേസ് അങ്ങനെയാണ്. അവരെ മെന്റലി അത് ട്രാപ്പ് ചെയ്ത് ഇതിനകത്ത് തന്നെ നിർത്തുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളിലേക്ക് തിരികെ വരാത്ത ആ ഒരു സിറ്റുവേഷനിൽ തന്നെ അവരെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ഈ ഒരു 8 ഓഫ് സോൾസ് എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ നമുക്ക് വരുന്നത് ജസ്റ്റിസ് കാർഡാണ്. അപ്പൊ ജസ്റ്റിസ് കാർഡ് പറയുന്നത് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ ഒരു ലോജിക്കലി അനലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലൂടെയാണ് പോകുന്നത്. പാസ്റ്റിൽ എന്താണ് തെറ്റ് പറ്റിപ്പോയത്, ആരെയാണ് ശരിക്കും ഹേർട്ട് ചെയ്തിട്ടുള്ളത്, ആരാണ് കൂടുതൽ എഫേർട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇട്ടത്, ഇതെല്ലാം അവർ ഇങ്ങനെ ഒരു തുലാസിൽ വെച്ച് തൂക്കി നോക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ ഒരു കർമ്മയുടെ ഒരു എനർജി കൂടി ഇവിടെ വരുന്നുണ്ട്. നിങ്ങളെ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗിൽറ്റ് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവാം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയി, ഒരു കാരണവുമില്ല നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയ ഒരു വ്യക്തിക്കാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു കർമ്മ അവർ ഫേസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് കൂടിയാണിത്. അപ്പൊ അതൊക്കെ അവർ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ 8 ഓഫ് പെന്റക്കിൾസ് ആണ് പിന്നെ വരുന്നൊരു കാര്യം. 8 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കണക്ഷൻ കംപ്ലീറ്റ്ലി ഗിവ് അപ്പ് ചെയ്തിട്ടില്ല എന്നതാണ്. സ്ലോ ആയാലും ഇതിനകത്തേക്ക് എഫേർട്ട് ഇടണം എന്നൊരു തോട്ട്സ് അവർക്കുണ്ട്. അപ്പൊ റിലേഷൻഷിപ്പ് റിപ്പയർ ചെയ്യാനായിട്ട് വളരെയധികം വർക്ക് ചെയ്യേണ്ടി വരും എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ സെപ്പറേഷനൊക്കെ ഉണ്ടായപ്പോഴും ഓടി വന്ന് അവർക്ക് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറാനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ ഒരു പാലം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഓടി വന്ന് കയറിയിട്ടുണ്ട്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ഓടി വന്ന് ഇതിനകത്തേക്ക് കയറാനായിട്ട് പറ്റില്ല എന്നവർക്കറിയാം. കാരണം അത്രയധികം ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടായിരിക്കാം അവർ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇതിനിടയിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ അവർക്കും അറിയാം ഈ ഒരു റിലേഷൻഷിപ്പിനെ റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി പണിപ്പെടേണ്ടി വരുമെന്നത്. അപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു റീയൂണിയൻ എനർജി നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഗ്രാജുവൽ ആയിട്ട് ഇത് റീബിൽഡ് ചെയ്ത് എനർജിയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ ഈ ഒരു സ്പ്രെഡിലെ ഇവിടെ നമുക്ക് ഒരു 5 ഓഫ് സോൾസ് അതുപോലെ 7 ഓഫ് സോൾസ്, ഈ ഒരു രണ്ട് സോൾസിന്റെ കാർഡുകൾ എന്ന് പറയുമ്പോഴത്തേക്കും
ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ ഈഗോ ക്ലാഷസ്, അവോയ്ഡ് ചെയ്യുന്ന ഒരവസ്ഥ, ഇമോഷണൽ ഒരു സത്യസന്ധത ഇല്ലായ്മ, ഇതൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സത്യസന്ധത ഇല്ലാതെയുള്ള പെരുമാറ്റം, ചീറ്റിങ്, ഇതൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ അവര് ഫീലിങ്സിൽ ഹൈഡ് ചെയ്യാം, നേരിട്ട് വരുന്നതിന് പകരം ഇൻഡയറക്ട്ലി ഒബ്സർവ് ചെയ്യുകയോ സൈലന്റ് ആയിട്ട് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു എനർജിയും കൂടിയാണ്. അപ്പം കുറച്ച് പേടി ഉണ്ട്, അതിൻ്റെ ഒരു നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി. കാരണം ചിലപ്പോൾ ഇവരായിരിക്കാം നിങ്ങൾ അവോയ്ഡ് ചെയ്തൊക്കെ പോയിട്ടുണ്ടാവുക. അപ്പൊ അതിനുശേഷം വീണ്ടും നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഇവരെ അവോയ്ഡ് ചെയ്യുമോ എന്ന് ഇവർ പേടിക്കുന്നുണ്ട്. അപ്പം മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു സൈലൻസിലേക്കൊക്കെ അവർ പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു സൈലൻസിലേക്ക് അവർ പോയിട്ടുണ്ടാകും. അപ്പൊ ഇത്രയധികം എഫേർട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഇട്ടിട്ടും നിങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് പോയ ഒരു പേഴ്സൺ ആണെങ്കിൽ തിരിച്ചു വരുമ്പോൾ റിജക്ഷൻ അവിടെ ഉണ്ടാകും. സ്വാഭാവികമായിട്ട് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ അവർ പേടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഗ്രാജുവലി എങ്ങനെയെങ്കിലും ഇത് വട്ടം കറക്കി നോർമലാക്കി കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പേജ് ഓഫ് കപ്സ് വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈനാണിത്. ഇതൊരു അപ്പോളജി അല്ലെങ്കിൽ ഇമോഷണൽ മെസ്സേജ്, സ്മോൾ ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഇൻമെച്യൂർ ആണ് പക്ഷെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഇമോഷൻ ഓപ്പണിംഗ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാർഡാണ്. അതായത് ഒരിക്കൽ അവർ സോഫ്റ്റ് ആയിട്ട് വീണ്ടും അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത കാണിക്കുന്ന കാർഡ്. അപ്പം ഫുൾ മച്യൂർ ആയിട്ടുള്ള ഒരു കൺഫെഷൻ അല്ലെങ്കിലും ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട്, നീ ഇല്ലാതെ എനിക്ക് വയ്യ എന്നൊരു രീതിയിലുള്ള ഒരു എനർജിയുമായിട്ട്, ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ചാൻസസ് ആണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിന്റെ ഒരു കാർഡ് ഉണ്ട്. ഇത് പറയുന്നത് സെപ്പറേഷൻ അവരെയും ഇമോഷണലി അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അവർ പുറമെ ഒരു സ്ട്രോങ് ആയിട്ട് കാണിച്ചാലും ഉള്ളില് ഒരു ലോലിനെസ്, ഒറ്റപ്പെട്ട ഒരവസ്ഥ, ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാംനെസ്, ഇതൊക്കെ അവർ ഫീൽ ചെയ്യുകയാണ്. നിങ്ങളില്ലാതെ അവർക്കൊരു പോസിറ്റീവ് വൈബിലേക്ക് എത്താനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അവസാനമായിട്ട് വന്ന ഈ ഒരു കിങ് ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് കാണിക്കുന്നത്, ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് ഉണ്ടെങ്കിലും, ഈ വ്യക്തിക്ക് നിങ്ങളോട് ഫീലിങ്സുകളൊക്കെ ഉണ്ടെങ്കിലും അത് ഇമോഷൻ കൊണ്ടല്ല, കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തിയാണ്. വൾണറബിൾ ആകാനായിട്ട് കുറച്ച് പേടിയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് ഒരു പ്രാക്ടിക്കലായിട്ട്, ലോജിക്കലായിട്ട് ഉള്ള രീതിയിൽ ആയിരിക്കും അവർ ആഗ്രഹിക്കുക. സഡൻ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു കംബാക്കിനേക്കാൾ കൺട്രോൾഡ് ആയിട്ട് കംബാക്ക് എനർജി, ഗ്രാജുവലി ആ ഒരു കംബാക്ക് എനർജി കൊടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സ്പ്രെഡ് പറയുന്നത് അവര് നിങ്ങളെ കംപ്ലീറ്റ്ലി ഫോർഗെറ്റ് ചെയ്തിട്ടില്ല, മറന്നു കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തിരികെ വരാനായിട്ട്, തിരികെ കണക്ട് ചെയ്യാനുള്ള ആഗ്രഹം അവർക്ക് നല്ല രീതിയിൽ ഉണ്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായിരുന്നാലും നമ്മൾ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനും അതായിരുന്നു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരാനായിട്ട് നല്ല രീതിയിൽ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇപ്പോഴും വളരെയധികം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുണ്ട് എന്ന്, അത് വളരെയധികം സ്ട്രോങ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ കുറിച്ച് ഈഗോയും ഫിയറും അതുപോലെ ഓവർ തിങ്കിങ്, പാസ്റ്റിലെ കോൺഫ്ലിക്റ്റുകൾ, ഇതൊക്കെ വലിയൊരു തടസ്സമായിട്ട് അവിടെ നിൽക്കുന്നുമുണ്ട്. അപ്പൊ അവർ സൈലന്റ്ലി നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു ഇമേജ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്, ആ തരത്തിലുള്ള എനർജി. അപ്പോൾ ഒരു സ്ലോ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് കംബാക്ക് പോസിബിലിറ്റി ആണ് നമുക്ക് പറയാനായിട്ട് പറ്റുക. എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആക്കാനായിട്ട് രണ്ടുപേരും ഒരു സത്യസന്ധതയോടുകൂടിയും ഇമോഷണൽ ക്ലാരിറ്റിയോടുകൂടിയും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊരു ഫാസ്റ്റ് റീയൂണിയൻ സ്പ്രെഡ് അല്ല, ഒരു സ്ലോ ആയിട്ട്, മെന്റലി കോൺഫ്ലിക്റ്റഡ് ആയിട്ട്, ഇമോഷണലി സപ്രസ് ചെയ്ത് അതിനുശേഷം കംബാക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് യൂണിവേഴ്സിനോട് ഒരു ഗൈഡൻസ് ആയിട്ട് ചോദിച്ചു നോക്കാം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് യൂണിവേഴ്സിനോട് നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടെ കിങ് ഓഫ് സോഴ്സ് അതുപോലെ 8 ഓഫ് സോഴ്സിന്റെ ഒരു കോമ്പിനേഷൻ കാണിക്കുന്നുണ്ട്. അവർ ഇമോഷണലി ക്ലോസ്ഡ് ആയിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടുകയാണെങ്കിൽ അവർ വീണ്ടും കൂടുതൽ ഡിസ്റ്റൻസ് എടുക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ റിപ്പീറ്റ് ആയിട്ട് മെസ്സേജ് അയക്കുക, ബെഗ് ചെയ്യുക, ഇമോഷണൽ പ്രഷർ കൊടുക്കുക, നീ തിരികെ വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു ഫോഴ്സ്ഫുൾ എനർജി അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. പകരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡെസ്റ്റിനി, ആ ഒരു ഡെസ്റ്റിനിയിൽ വരുന്ന കാര്യങ്ങൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. അതുപോലെ നിങ്ങളുടെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഇമോഷണലി ബാലൻസ് ആയിട്ട് നിൽക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഒരു സൈലൻസ് ഉണ്ടെങ്കിലും അതിൽ നിങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പാനിക് ആകാതിരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്.
അവർ എഫേർട്ട് ഇടുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യുക. അവരുടെ വാക്കുകളേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആക്ഷൻസ് ആണ്. കാരണം അവർ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അത്ര കഴിവുള്ള ഒരു വ്യക്തി അല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വാക്കിനേക്കാൾ നിങ്ങൾ ആക്ഷൻസിന് ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ വരുന്നത് ഇവിടെ ഒരു നയൻ ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. നിങ്ങളോടൊരു മെസ്സേജ് തരുന്ന രീതിയിലുള്ള ഒരു കാർഡാണിത്. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മറക്കരുത്. ഈ ഒരു ബന്ധം കൊണ്ട് മാത്രം നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾ കണ്ടെത്തരുത്. അത് ഈ ഒരു ബന്ധത്തിലായിരിക്കരുത് നിങ്ങളുടെ ഹാപ്പിനെസ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. നിങ്ങൾ ഇമോഷണലി സ്ട്രോങ് ആകുമ്പോഴാണ് അവർ നിങ്ങളെ ഡയറക്റ്റ്ലി ഒരു കണക്ട് ചെയ്യാനായിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പം ജസ്റ്റിസ് കാർഡ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അഡ്വൈസ് ആണ് നമുക്ക് തരുന്നത്. റിലേഷൻഷിപ്പ് ബാലൻസ് ആകണം. പാസ്റ്റിൽ നിങ്ങൾ മാത്രം എഫേർട്ട് ഇട്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ ഇനി വൺ സൈഡഡ് ആയിട്ട് എല്ലാം ക്യാരി ചെയ്യരുത്. ഈക്വൽ എഫേർട്ട് ഉണ്ട് എന്ന് നിങ്ങൾ നോക്കണം. അതേസമയം പേജ് ഓഫ് കപ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ക്ലോസ് ആകേണ്ട ഒന്നല്ല ഇത്. സോഫ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വന്നാൽ മെച്യൂർ ആയിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. പക്ഷെ ഉടനെ പഴയതുപോലെ ഇമോഷണലി സറണ്ടർ ആവേണ്ട ആവശ്യമില്ല. ആദ്യം ഒരു കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അതിനുശേഷം മാത്രം ഇമോഷണലി വീണ്ടും നിങ്ങൾ ഒരു സറണ്ടർ ചെയ്യാവുള്ളൂ. അപ്പൊ ഈ ഒരു കണക്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേഷ്യൻസ് കൈക്കൊള്ളുക എന്നുള്ളതാണ്. അതുപോലെ ഇമോഷണൽ സെൽഫ് കൺട്രോൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ ഇപ്പോൾ പറ്റുന്ന ഒരു കാര്യം. കാരണം കാർഡ്സ് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും സ്വന്തം ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ അവരുടെ കൺഫ്യൂഷനിലേക്ക് നിങ്ങളും വീണ്ടും പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രധാന കാര്യം കൂടി ഇതിനകത്ത് വരുന്നത് ഇവിടെ 5 ഓഫ് സോൾസും 7 ഓഫ് സോൾസും ഉണ്ട്. കാരണം ഒരു ഹാഫ് ട്രൂത്ത്സ്, പകുതി സത്യങ്ങൾ അല്ലെങ്കിൽ മിക്സഡ് സിഗ്നൽസ്, ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ എന്നൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വേർഡ്സ് മാത്രം വിശ്വസിക്കാതെ സ്ഥിരതയുള്ള ആക്ഷൻസ് ഉണ്ടോ എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ബെസ്റ്റ് എനർജി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിന്നെ സ്നേഹിക്കാം, പക്ഷെ എന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ല, എന്നെ ഞാൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിന്നെ ഞാൻ സ്നേഹിക്കില്ല എന്നുള്ള ഒരു ഇതിൽ നിങ്ങൾ നിൽക്കാനായിട്ട് ശ്രമിക്കും. അതാണ് ഈ ഒരു സ്റ്റഡിൽ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലെസൺ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടെ എടുക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ്. ടുമോറോ വീണ്ടും ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. മ്യൂസിക്, അതുപോലെ ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 1984 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. അതുപോലെ നമ്പർ 34 ചാരിറ്റി, 1984 സെൽഫ് എംപ്ലോയ്, സോഷ്യൽ മീഡിയ, 1 month, 1 weeks, letter S, September month, number 3, number 23, number 2, painting, 1990, July month, reading, 1998, number 55, number 48 hours, 48 hours ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്പർ 32, നമ്പർ 21, നവംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം. സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. തൃശ്ശൂർ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2002 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ സോഷ്യൽ വർക്കർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കണ്ണൂർ ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. കെയറിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്ന പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നേച്ചർ, പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ചാൾഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ഒരു വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.